നമുക്കിപ്പോൾ പാലക്കാട്ടേക്ക് പോകേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതാ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാട്ട് MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. 38 ദിവസത്തിന് ശേഷമാണ് വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ലൈംഗികാരോപണ വിവാദം ഉയർന്നതിന് ശേഷം രാഹുൽ ഇന്ന് പാലക്കാട് എത്തുകയായിരുന്നു. മരണ വീടുകളിലൊക്കെ തന്നെയായിരുന്നു സന്ദർശനം നടത്തിയത്. ഇപ്പോഴിതാ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അഷ്കർ പ്രതിഷേധിക്കുമെന്ന് MLA ഓഫീസിലെത്തിയാൽ പ്രതിഷേധിക്കും, തടയുമെന്നായിരുന്നു BJPയും DYFIയും പറഞ്ഞത്. ഇപ്പോഴിതാ രാവിലെ മരണ വീടുകളിലൊക്കെ സന്ദർശനം നടത്തിയ ശേഷം രാഹുൽ MLA ഓഫീസിലെത്തിയിരിക്കുകയാണ്. വിനീത, രാവിലെ വലിയ പ്രതിഷേധം BJPയുടെയും DYFIയുടെയും ഭാഗത്തുണ്ടായെങ്കിലും അങ്ങനെ തടയുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായെങ്കിലും നിലവിൽ ആരും തടയുന്ന സാഹചര്യം നിലവിലില്ല. MLA ഓഫീസ് അഥവാ പാലക്കാട് കുന്നത്തൂർ മേടുള്ള ദുർഗാനഗറിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ അനുഗമിച്ച് ഏതാനും ചില കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഓഫീസിലെ സ്റ്റാഫുകളുമുണ്ട്. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഓഫീസിലേക്ക് എത്തും എന്നുള്ള ഒരു വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. മാധ്യമങ്ങളെ കാണുമെന്നുള്ളതും പറഞ്ഞത്. പക്ഷേ പിന്നീട് ജില്ലയ്ക്കകത്ത് തന്നെയുള്ള ചില കോൺഗ്രസ് നേതാക്കളും മരണവുമായി ബന്ധപ്പെട്ട മരണ വീടുകളിൽ സന്ദർശനം നടത്തുകയായിരുന്നു. അതിനുള്ള മണ്ണാർക്കാടുള്ള PJ പൗലോസിൻ്റെ അന്തരിച്ച മുൻ KPC സെക്രട്ടറി കൂടിയായിട്ടുള്ള PJ പൗലോസിൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ 1-2 സോഴ്സ് സന്ദർശനങ്ങളും നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പാലക്കാട് കുന്നത്തൂർ മേഡിലുള്ള ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാനുണ്ട്. അത് എപ്പോഴാണ് മാധ്യമങ്ങളെ കാണുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത രാഹുൽ വരുത്തിയിട്ടില്ല. വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ BJPയുടെയും DYFIയുടെയും ഭാഗത്തൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ഒരു വീട്ടുകാരടക്കമുള്ളവർ രാഹുലിനെ കാണുവാനും ഒരു സംസാരിക്കാനും എത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ശരി, രാഹുൽ മാധ്യമങ്ങളെ കാണുമോ എന്നതാണ് അറിയേണ്ടത്. എല്ലാം വിശദമായി പറയാം എന്നായിരുന്നു രാവിലെ മാധ്യമപ്രവർത്തകർ നിരവധി തവണ പ്രതികരണം ആരാഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞത്. ഇക്ബാൽ, ഇവിടെ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ? ഇക്ബാൽ, വേണ്ടി രാഹുൽ വരുന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ കണ്ട് നിവേദനം നൽകിയതിന് ശേഷം മടങ്ങിപ്പോകാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ആളുകളായിരുന്നു. ഏതായാലും അവരെ രാഹുൽ കണ്ടു. അതിലൂടെ നിവേദനങ്ങളും പരാതികളും വാങ്ങി അതിനുശേഷം പിന്നീട് MLA ഓഫീസിൽ നിന്ന് മടങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും രാവിലെ കൂടെ തന്നെ MLA ഓഫീസിലേക്ക് എത്തും. 10:30 മണിയോടുകൂടി MLA ഓഫീസിലേക്ക് എത്തുകയും മാധ്യമങ്ങളെ കാണുകയും നിവേദനങ്ങൾ വാങ്ങുകയും എല്ലാം ചെയ്യുമെന്നാണ് അറിയിച്ചത്. പക്ഷേ നേരെ രാഹുൽ എത്തുന്നത് ശെൽവപാളയത്തേക്കാണ്. അവിടെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവരുടെ സഹോദരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട അനുശോചനം അറിയിക്കുന്നു. അതിനുശേഷം പിന്നീട് MLA ഓഫീസിലേക്ക് വരാൻ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് മണ്ണാർക്കാട് PJ പൗലോസിന്റെ മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. പിന്നീട് അതിനുശേഷം പല കോൺഗ്രസ് നേതാക്കളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 38 ദിവസമായി കാടാങ്കോടുള്ള ഈ MLA ഓഫീസിൽ MLA ഉണ്ടായിരുന്നില്ല. പല സമയത്തും DYFയും അതുപോലെ തന്നെ BJPയും SFIയും എല്ലാം ഈ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. പലതവണ MLA ഇല്ലാത്ത ഓഫീസ് എന്തിന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MLA ഓഫീസ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും അതിനെല്ലാം പിന്നാലെ ഇപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് എത്തി. ഇപ്പോൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ തൻ്റെ ഒരു സീറ്റിലേക്ക്, തൻ്റെ ഈ MLA ഓഫീസിലെ ഔദ്യോഗിക സീറ്റിലേക്ക് വീണ്ടും ഇരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. രാഹുൽ അങ്ങനെ 38 ദിവസം, അത് ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ 38 ദിവസമായി രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നില്ല. ആ 38 ദിവസത്തിന് ശേഷം ഇപ്പോൾ രാഹുൽ വീണ്ടും പാലക്കാട്ട് കാടാങ്കോടുള്ള MLA ഓഫീസിലേക്ക് എത്തി. ഇപ്പോൾ രാഹുൽ തൻ്റെ സീറ്റിൽ ഇരുന്നിരിക്കുന്നു. നേരത്തെ നിവേദനങ്ങൾ കൊടുക്കാൻ വേണ്ടി പല ആളുകൾ എത്തിയിരുന്നു. അവരെല്ലാം കണ്ട് നിവേദനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഇപ്പോൾ ആ MLA സീറ്റിലേക്ക് ഇരുന്നിരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ തന്നെ തൻ്റെ MLA എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടികളിൽ പങ്കെടുക്കുമെന്നും രാഹുൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ നിവേദനത്തിൽ, അതായത് രാവിലെ മുതൽ തന്നെ രാഹുലിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്ന അവരുടെ പരാതി
ചോദിച്ച് ഇപ്പോൾ എത്ര ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഏതായാലും നിലവിൽ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നഗരസഭാ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് കൗൺസിലർമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ആ പ്രതിഷേധങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ കവചം തീർക്കും എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ കൗൺസിലർമാരുടെ ഒരു സംഘം ഇവിടേക്ക് എത്തി. രാഹുലിന് ചില കൗൺസിലർമാർ ഇവിടേക്ക് എത്തി. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരെല്ലാം രാഹുലിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളവരാണ്. രാവിലെ രാഹുൽ എത്തുമെന്ന വിവരം അറിഞ്ഞ് പല ആളുകളും എത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇത്തരത്തിൽ സേവിയറിൻ്റെയും അതുപോലെ തന്നെ PJ പൗലോസിൻ്റെയും എല്ലാം വീട്ടിലേക്ക് പോകുമെന്ന് അറിയിപ്പ് കിട്ടിയതോടുകൂടി അവരെല്ലാം ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ്. ഇപ്പോൾ രാഹുൽ വൈകിട്ട് ഈ MLA ഓഫീസിലേക്ക് എത്തുമെന്ന വിവരം അറിഞ്ഞ് അവരെല്ലാം തിരികെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 38 ദിവസത്തിന് ശേഷം ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് രാഹുൽ 38 ദിവസവും പാലക്കാട് നിന്നും പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്നും MLA ഓഫീസിൽ നിന്നും മാറുന്നത്. ഇപ്പോൾ ആ പരാതികളെല്ലാം നിലനിൽക്കെ വീണ്ടും ഇപ്പോൾ ഈ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി മാധ്യമങ്ങളെ കാണുമോ, അതുപോലെ തന്നെ മണ്ഡലത്തിൽ അടുത്ത പരിപാടി എന്താണ് എന്നുൾപ്പെടെയാണ് ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത്.